അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ എന്താ നേരം വൈകിയത്? അതൊന്നും പറയണ്ട, ഈ നോമ്പൊക്കെ വരാൻ പോയല്ലേ, ക്ലീനിങ് ഒക്കെ ആയിട്ട് വീട്ടിൽ ഭയങ്കര തിരക്കാ. ഈ ലീവുള്ള ദിവസം മന ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു സൗകര്യം തരില്ല. ശരിയാണത്. വീട് മൊത്തം ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും. റമളാൻ വരുമ്പോൾ വീട് വൃത്തിയാക്കുക എല്ലാവർക്കും എന്തൊരു ഉത്സാഹമാണ്. പക്ഷേ വീട് വൃത്തിയാക്കുന്നതിനേക്കാൾ പ്രധാനം മനസ്സ് ശുദ്ധീകരിക്കുകയാണെന്നതിനെ കുറിച്ച് പലരും ഗൗരവമായി ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ റമളാൻ വരുമ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെയാ അത്രയും നേരം ഭക്ഷണം കഴിക്കാതിരിക്കാൻ നോക്കിയാണ്. എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും ഇപ്രാവശ്യം പലരും നോമ്പെടുക്കുന്നില്ല എന്ന് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിലും ചെറിയൊരു മടിയുണ്ട്. ഓരൊക്കെ പുറത്തു വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് മാത്രം പിന്നെ കഷ്ടപ്പാട് എന്ന് ഞാനും ചിന്തിക്കാറുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ കംഫർട്ട് മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളായി മാറിയില്ലേ. ഓരോ റമളാൻ എത്തുമ്പോഴും അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് വീട് എത്ര വൃത്തിയാക്കി എന്നല്ല, ഹൃദയം എത്ര ശുദ്ധിയാക്കി എന്നതാണ്. നോമ്പ് വിശപ്പും ദാഹവും സഹിക്കാനുള്ള പരീക്ഷയല്ല, നമ്മുടെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ്. കംഫർട്ട് വിട്ട് സ്വബറും നന്ദിയും അള്ളാഹുവിനോടുള്ള അടുപ്പവും വളർത്താനുള്ള അവസരം. ഈ റമളാനിൽ വീട് മാത്രമല്ല, നമ്മുടെ മനസ്സും ഒന്ന് ശുദ്ധീകരിക്കാം. നോമ്പെടുക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് പരിശീലിക്കാം.